ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ പാർട്സ് ആണ് കേട്ടോ കറി വെക്കാൻ കിട്ടിയത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിന് കേട്ടോ. അത് മുറിക്കണതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതാ വീണ്ടും അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ. ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ചോറ് അടുപ്പത്തുനിന്ന് ഒന്ന് മറ്റേ അടുപ്പത്തേക്ക് മാറ്റി വെച്ചതാട്ടോ. കാരണം കുറച്ചും കൂടി ഇനി വേവാനേ ഉള്ളൂ. അത് ഇവിടുത്തെ ചൂട് പറ്റുമ്പം റെഡിയായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോഴേക്കും നമുക്ക് കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാട്ടോ. കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ചോറും ഇങ്ങോട്ട് വെച്ച് വേവിക്കുകയും ചെയ്യാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. റേഷൻ കടയിലെ അരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വേവാനൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലാണ് നമ്മളതിൻ്റെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഉള്ളത്. അത് ഓർമ്മയില്ല കേട്ടോ. ഞാൻ എടുത്ത് കൊണ്ടുവന്ന ഓർമ്മ എനിക്ക്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പം എൻ്റെ ഈ അടുക്കള ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെറിയ അടുക്കളേനോടാണോ വലിയ അടുക്കളേനോടാണോ എല്ലാവർക്കും താല്പര്യം, ഇഷ്ടം എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. എൻ്റെ അടുക്കളയിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഒരു രണ്ടാൾക്ക് നിന്ന് പാചകം ചെയ്യാനുള്ള സൗകര്യമൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇഷ്ടംപോലെ ആളുകൾക്കൊക്കെ നിൽക്കുക. പക്ഷേ തട്ടിമുട്ടിയൊക്കെ നിൽക്കേണ്ടി വരും. എന്നാലും ഈ അടുക്കളയിൽ എന്താ പറയുക, നമുക്ക് നല്ല അടിപൊളിയായിട്ട് നിന്ന് പണിയെടുക്കാനുള്ള കുഞ്ഞു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ എന്താ പറയുക, ഹാപ്പിയാണ്. ഇങ്ങനെ പോലും ഇല്ലാത്തൊരു സമയമൊക്കെ ഉണ്ട് ഇനി. അപ്പോൾ ആ സമയവും കാലമൊക്കെ ആലോചിച്ചാൽ ഇതൊക്കെ നമുക്ക് സ്വർഗ്ഗമാണ്. ഇതൊക്കെ തന്നെ ധാരാളമാണെന്നാണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വരാനില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുക പാചകത്തിൻ്റെ തിരക്കിലായി. ഇത് ഞാൻ എന്താ അറിയോ, ചീനച്ചട്ടി ചൂടായേരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ആദ്യം ഇട്ടത് എന്താ അറിയോ, ആദ്യം വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെയും പേസ്റ്റ് വെളിച്ചെണ്ണയിലിട്ടാൽ ഭയങ്കര പൊട്ടിത്തെറിക്കലാട്ടോ. എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇത് വലിയ ഉള്ളിയൊക്കെ ആദ്യം ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും മുകളിൽ ഇട്ടാൽ ആ പൊട്ടിത്തെറിക്കൽ ഒഴിവായി കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നല്ല എനിക്ക് അങ്ങനെ പറ്റിയത്. അതിലെന്തോ ഭയങ്കരമായിട്ട് വെള്ളം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടേ ആ പാക്കറ്റിൽ ഭയങ്കര പൊട്ടിത്തെറിക്കലാണ്. മേലേക്കൊക്കെ തെറിച്ചാൽ ഭയങ്കര എന്താ പറയുക, പുകച്ചിലെടുക്കലാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വഴറ്റി ഉപ്പൊക്കെ ഇട്ട് അവിടെ വെച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അവിടെ വെച്ചിനെ. എന്നിട്ട് ഞാൻ ചോറൊന്ന് ഊറ്റിയതാണ്. ചോറ് വെന്ത് കിട്ടും അപ്പോഴേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് തന്നെ വെന്ത് കിട്ടി. അത് ഊറ്റിയെടുക്കണമുണ്ട്, ചിക്കൻ്റെ കറിയുടെ പണി നടക്കണമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് വഴറ്റിയെടുക്കണോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വ്ളോഗൊന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചെങ്ങനെ നിന്നപ്പോഴാണ് വേണ്ട, കുഞ്ഞൊരു വ്ളോഗ് എടുത്ത് അപ്ലോഡ് ചെയ്യണതിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ടാണ് ഈ ഒരു വ്ളോഗ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മളൊരു ചിക്കൻ പാർട്സ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് വട്ടം ഞാനിങ്ങനെ ചിക്കൻ്റെ പാർട്സ് കറി വെക്കണതൊക്കെ വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ ഇട്ടിന്. അപ്പോൾ അന്നൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയലുണ്ട്. ഇത് നമുക്ക് എന്താ പറയുക, മണ്ണൂർ വളവെന്ന് വാങ്ങിയതാണ് കേട്ടോ. ചിക്കൻ വാങ്ങിയപ്പം കൂടെ ചിക്കൻ്റെ പാർട്സും കൂടി സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. കോഴിക്കോട് നിന്ന് വാങ്ങുമ്പം ഇത് നമുക്കുണ്ടല്ലോ, ഇതിൻ്റെ ആ ചെറിയ മുട്ടകളും കോഴീൻ്റെ കുടൽ, കഴുത്ത്, ചിറക് അങ്ങനെയുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് വേണ്ട പൈസയ്ക്ക് കിട്ടും. ഇവിടെ മണ്ണൂറുകളിലൊക്കെ വാങ്ങുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കിട്ടുക കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് കോഴിക്കോട് മാർക്കറ്റിൽ പോയി വാങ്ങണം. അപ്പം നല്ല അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. അതാകുമ്പോൾ നമുക്ക് 2-3 ദിവസമൊക്കെ വെച്ച് ഇങ്ങനെ ഭക്ഷണം റെഡിയാക്കി വെച്ചാൽ 2-3 ദിവസമൊക്കെ കഴിക്കാം. പക്ഷെ നമുക്കിവിടെ നായ്ക്കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് ഒരുപാട് ദിവസത്തേക്കൊന്നും ഇതൊന്നും ഈട് നിൽക്കില്ല, ഒരു 2 ദിവസം കൊണ്ടൊക്കെ. അപ്പോൾ ഇത് എന്തായാലും ഇന്നത്തേക്ക് മാത്രം തന്നെയുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഞങ്ങൾ ഉച്ചയ്ക്കും രാത്രിക്കും ആയിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ കണക്കാക്കിയിട്ട്. അപ്പോൾ അത് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഉള്ളിയും തക്കാളി എല്ലാം നല്ല പോലെ വഴന്ന് വന്നിട്ട് കേട്ടോ. അതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടി, അവനവൻ്റെ എരിവിനൊക്കെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ മല്ലിപ്പൊടി പിന്നെ ഞാൻ കുറച്ചേ ഇടുള്ളൂ കേട്ടോ എല്ലാത്തിലും. മല്ലിപ്പൊടി ഒരുപാട് ഇടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, കുറച്ചേ ഇടുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇട്ട് മസാലയൊക്കെ ഒന്ന് കുഴച്ചൊന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ മസാലേൻ്റെയൊക്കെ ആ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയണ കാര്യമാണ്.
നമ്മൾ പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നല്ലോണം ഒന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് പാർട്സ് നന്നാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആദ്യം തന്നെ വെള്ളം ഒഴിക്കേണ്ട, കാരണം പാർട്സ് കഴുകി വെച്ചതിൽ തന്നെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യത്തിന് വെള്ളം. അപ്പോൾ ഈ ചിക്കൻ്റെ മസാല നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു മസാല കേട്ടോ കൂട്ടുകാരെ. സത്യം പറയാലോ, ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഒരു ചിക്കൻ മസാല വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കത് അത്ര ടേസ്റ്റായിട്ടൊന്നും തോന്നലില്ല. പക്ഷേ ഇപ്പം ഒരു ചിക്കൻ മസാല വാങ്ങും, അത് ചിക്കൻ കടയിൽ നിന്ന് തന്നെ വാങ്ങണ ഒരു മസാല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ ആ മസാലയ്ക്ക്. അപ്പോൾ ഇപ്പോഴൊക്കെ അത് ചിക്കൻ വാങ്ങുമ്പോൾ അത് മസാല അവിടെ നിന്ന് തന്നെ വാങ്ങും കേട്ടോ. ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ നല്ലൊരു രുചിയാണ് ചിക്കൻ കറിക്ക് കിട്ടുക. അപ്പോൾ ഞാൻ എപ്പോഴും സിനേട്ടനോട് പറയും, ഇനി ചിക്കൻ വാങ്ങുമ്പോൾ നിങ്ങൾ ആ മസാല തന്നെ വാങ്ങിക്കൊണ്ടേ, അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഏത് മസാല ഇട്ടാലും കിട്ടാത്തൊരു ടേസ്റ്റ് കേട്ടോ ആ ചിക്കൻ മസാല ഇട്ടാൽ കിട്ടുന്നത്. അങ്ങനെ അതൊക്കെ ഇട്ട് ഇളക്കി പിന്നെ ഞാൻ അതിലേക്ക് ചിക്കൻ്റെ പാർട്സ് കഴുകി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ അതിൽ എന്താ പറയുക, ഒരുപാട് കുടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം കഴുകണം. അതിൽ പറ്റി പിടിക്കുന്ന എല്ലാ സാധനങ്ങളും പോയിട്ടില്ലെങ്കിൽ നമുക്കത് കല്ല് മണ്ണ് ഒക്കെ കടിക്കണ പോലെ ഇങ്ങനെ കടിക്കും കേട്ടോ ഇത് തിന്നുമ്പം. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുക്കണം. ചിക്കൻ ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് ചിക്കൻ്റെ പാർട്സ് ക്ലീൻ ചെയ്തെടുക്കാൻ, അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകിയതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മസാലയിൽ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് വെന്ത് കിട്ടണ വരെ നമുക്ക് ഇതിൽ അത്യാവശ്യം വെള്ളം ഒഴിക്കണം. കാരണം ഇതിന് വേവണ കുറച്ച് സാധനങ്ങൾ, വേവ് കൂടുതലുള്ള കുറച്ച് സാധനങ്ങൾ ഇതിലുണ്ട്, വേവ് കുറവുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ആ കണലിൽ ആ വിറകിൽ കിടന്ന് അവിടെ വേവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പണി ചെയ്യണത്. ഗ്യാസുമിൽ വെച്ച് കുക്കറിൽ വെച്ച് വിസിലടിക്കാവുന്നതേ ഉള്ളൂ. ഒരു 2-3 വിസിലടിച്ചാൽ സംഭവം വേവും. പക്ഷെ ഞാനിത് തീയുണ്ട്, നല്ല തീ കത്തുണ്ട്, പിന്നെ അതിൽ വിറകും ഉണ്ട്. അപ്പോൾ ഇനി അടുപ്പത്ത് തന്നെ വെന്തോട്ടെ വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ വെന്ത് റെഡിയായി വരുമ്പോഴേക്കും എനിക്ക് കുറച്ച് തുണി അലക്കാനൊക്കെ ഉണ്ട്. അതും കൂടി അലക്കിയൊക്കെ വരുമ്പോഴേക്ക് ഏതായാലും ഈ ചിക്കൻ്റെ പാർട്സിൻ്റെ കറിയൊക്കെ ഇവിടെ സെറ്റാകും. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ചോറ് ഊറ്റിയിടുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഒന്ന് നടന്നില്ലെങ്കിൽ ശരിയാവില്ല. ഒരു പണി മാത്രം നമ്മൾ ഇടയിൽ കൂടെ എന്താ പറയുക ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പട്ടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പട്ട ഉണ്ട്, കുറച്ച് 2 ഏലക്കായൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ ഈ പട്ടയൊക്കെ ഇട്ടാൽ ചിക്കൻ കറിക്കൊരു ടേസ്റ്റ് വരും. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ തിന്നണേ ആ ഒരു രുചി വരും ചിക്കൻ്റെ ഇതിനൊക്കെ ഇട്ട്. കറി വെക്കുമ്പോഴും ഇങ്ങനെ പാർട്സ് വെക്കുമ്പോഴൊക്കെ ഞാൻ ഇടലുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു രീതിയാണ് ഈ കാണിക്കുന്നത്. എല്ലാവരും ഇടുമോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റേതായ ഒരു രീതി. അങ്ങനെ എല്ലാം ഇട്ടതിന് ശേഷം മൂടി വെച്ചു വേവിക്കുകയാണ് കേട്ടോ. വേവിച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം വെന്തിണ്, എന്നാലും അങ്ങോട്ട് വേവട്ടെ വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ കത്തിക്കുന്നത്. ഇനി വെന്തില്ല എന്നുള്ളൊരു പ്രശ്നം വരരുതല്ലോ, വേവട്ടെ അവിടെ കിടന്നിട്ട് എന്ന്. അതിന് ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെന്ത് സെറ്റായി, കോഴിമുട്ടയൊക്കെ അടിപൊളിയായിട്ട് വെന്തിന് കേട്ടോ. അപ്പോൾ നമ്മളെ അടുക്കളയിൽ പാചകങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ പൂച്ചക്കുട്ടി ഇട്ടോ പാവം ഉള്ളിൽ കയറി കിടക്കണം. പാവം തോന്നും അതിനെ കണ്ടിട്ട്. പിന്നെ നമ്മളെ റോക്കിമാൻ പൂച്ചക്കുട്ടീനെ നോക്കി കിടക്കണം. പിന്നെ ഇന്നത്തെ വിശേഷം ഓവറായിട്ടൊന്നും ഇല്ലയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്ന് മഴയൊക്കെയാണ്, വലിയ വെയിലൊന്നുമുള്ള സമയമല്ല. ചോറ് വിളമ്പി വെച്ചത് നായ്ക്കുട്ടികൾക്കാണ് കേട്ടോ. ചിക്കൻ കറി ഏകദേശമായി, ചോറും കറിയും അതിലൊഴിച്ച് ചൂടാറാൻ വെച്ച ഒരു ആദ്യം കൊടുത്തിട്ട് വേണം എനിക്ക് തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാനായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ച് ഇതെല്ലാം സെറ്റായിട്ട് ഇനി ഏതായാലും തുണി അലക്കാൻ ഇറങ്ങാം, എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കീറി വെന്തോ എന്ന് നോക്കണ്ടല്ലോ. അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങണുള്ളൂ. അപ്പോൾ അത് കറി വെന്തുട്ട്. അപ്പം ഞാൻ മുറ്റത്ത് പോയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല പറിച്ചുകൊണ്ടുവന്ന് ഇട്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് ഇനി ഒന്ന് മൂടി വെച്ച്. അപ്പോൾ നമ്മുടെ ചിക്കൻ പാർട്സ് കറി ഇവിടെ സെറ്റായിട്ട് കൂട്ടുകാരെ. അപ്പോൾ അത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിന്. ഇനി കുറച്ച് ചൂടുവെള്ളം വെക്കണം, അതിന് വേണ്ടിയിട്ട് ചെമ്പ് വെച്ച് ഇനി ഈ ചെമ്പൊന്ന് നിറയ്ക്കണം കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ തിരുമ്പിയൊക്കെ വന്നു കൂട്ടരെ. ഒരു ബേസൺ നിറയെ തുണി അലക്കാണ്ടേനി. അതൊക്കെ തുണി അലക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ മെഷീനിലിട്ട് ഉണക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവച്ചത് കേട്ടോ. കൈകൊണ്ട് തിരുമ്പി അതിന് ശേഷം മെഷീനിലിട്ട് ഉണക്കിയിട്ടാണ് വെച്ചത്. ഇനി മുകളിലെ റൂമിൽ കൊണ്ടുപോയിടണം. പിന്നെ ഞാൻ ചോറൊക്കെ തിന്നു ഇനി ഞാൻ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ബൈ.